എന്നാ എനിക്ക് നിർബന്ധിച്ചൂടേനോ? ഞാൻ സുനീനോട് ചോദിച്ചിരുന്നു, പിന്നെ പറഞ്ഞ് അച്ഛൻ്റെ കേസ്.
കാണുന്നുണ്ടോ? നമ്മളിപ്പോൾ ഉള്ളത് നൽനാട് പാലസ്, കൂർഗിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ആൻഷ്യൻ്റ് പാലസ്. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് നിഖിൽ. പാലസിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആക്ച്വലി ഇവിടെ ഫോട്ടോയും വീഡിയോയും ഒന്നും അലോഡ് അല്ല എന്നാണ് പറഞ്ഞത്, വിത്തൗട്ട് പെർമിഷൻ. ബട്ട് സ്റ്റിൽ വി ക്യാൻ. നല്ലൊരു പഴമയുള്ള പലകയൊക്കെ വെച്ച ഇതാണ്, ഫുൾ തടിയാണ്. ബട്ട് ഈ വാതിലും ഇതൊക്കെ ഭയങ്കര ചെറുതായതുകൊണ്ട് തന്നെ പോകുമ്പോൾ തലമുട്ടും. ഒരു ദുരൂഹതയും ഭയാനകതയൊക്കെ ഉണ്ട്. കൊള്ളാം, കുറച്ച് സമയം വന്ന് ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഗുഡ്. നമ്മളിപ്പോൾ ഉള്ളത് തടിയൻ്റെ മോൾ, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. പീക്കിലാണ്, പീക്കിലല്ല, അതിൻ്റെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലാണ്. നിങ്ങൾ പറയൂ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിന്ന് ഇനി 3 കിലോമീറ്റർ അല്ലുള്ളത്, മുകളിലോട്ടേക്ക് 3 കിലോമീറ്റർ പോയാൽ നമുക്കിതിൻ്റെ പീക്കിലെത്താം. ബട്ട് ആ സാഹസികത്തിന് മുതിരുന്നുണ്ടോ? നമ്മൾ ജസ്റ്റ് ബൈക്ക് ഓടിക്കാൻ വന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് തിരിച്ചു പോകാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. ബട്ട് ലെറ്റ്സ് സീ. എനിക്ക് മൂത്രമൊഴിക്കാൻ പറ്റുന്നുണ്ട്. 2 പേർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നുണ്ട്. നമ്മളെ വിളിച്ചായിരുന്നു, പക്ഷെ നമ്മൾ പോയില്ല. ബിക്കോസ് ആസ് ഐ സെഡ് നമ്മുടെ പ്ലാനിലില്ലായിരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു അന്ന് ആരോ അകപ്പെട്ടു പോയ സ്ഥലം. 3 ദിവസം കഴിഞ്ഞ് ആ ഒരു ലേഡി തിരിച്ചെത്തിയ ആ ഒരു സംഭവം ഇവിടെ നിന്ന് ഈ ട്രെക്കിംഗ് ആയിരുന്നു തോന്നുന്നു. ഇൻഫർമേഷൻസ്. നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത് ചെലവര വാട്ടർഫോൾസിലാണ്. ബട്ട് നമ്മളിവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയത് കൊണ്ടും വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തത് കൊണ്ടും നമ്മളിവിടെ ഇറങ്ങുന്നില്ല. നേരെ മുകളിലേക്ക് പോയിട്ടാണ് ഇവിടുത്തെ
കെക്കബേ ബെട്ട എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ നെക്സ്റ്റ് അങ്ങോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. വ്യൂ പോയിന്റ് പോകണം. അതെയോ? ഇതെന്താ? ഓഫ് റോഡ്. എടാ അങ്ങ് മുകളിലോട്ടൊക്കെ പോണ്ടേ? വണ്ടി ഇങ്ങനെ കയറ്റിട്ടാണ് എന്നിട്ട് ആൾക്കാർ. ഗൈസ് ഹൈ ഗൈസ് വേണ്ട. അപ്പോൾ നമ്മളിവിടെ ഇപ്പം കക്കവേ ബെട്ടയിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ചെലവര വാട്ടർഫോൾസിൽ നിന്ന് ഒരു 6 മിനിറ്റ് ഉണ്ടാവും ഇങ്ങോട്ടേക്ക്. നേരെ കയറി വന്നാൽ മതി. നമ്മളെ തടിയൻ്റെ മുകൾ ട്രക്കിംഗ് ഉണ്ടായില്ലേ, ആ ബേസ് പോയിൻ്റിൽ നിന്നൊരു അരമണിക്കൂർ. ഈ ഒരു സ്ഥലത്തേക്കെത്താൻ ഒരു ചെറിയൊരു ഓഫ് റോഡ് പോലെ ഉണ്ടാവും. ഒരു 400-300 മീറ്റർ വണ്ടി ഇവിടം വരെ എത്തും. ഈ ബേസ് പോയിൻ്റ് വരെ ഇവിടം വരെ എത്തും. ഇനി നമുക്കൊരു ആ പീക്കിലോട്ട് കയറാൻ പറ്റും. ഇറ്റ്സ് നൈസ്, ലുക്കിംഗ് ഗുഡ്. ഇറ്റ്സ് ആക്ച്വലി നൈസ്. കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് താഴെ ഇറങ്ങിയവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറേ കയറാനുണ്ട്. അതിൻ്റെ ഒരു സ്ഥലത്ത് അങ്ങോട്ട് പോയാൽ ഭയങ്കര ലീച്ചസ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് എന്തായാലും പോകുന്നില്ല. അട്ട വി ഡോണ്ട് ഹാവ് എനി സാനിറ്റൈസേഴ്സ് ഓർ. ഓ ഇവർ അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. ഇവർ തുടങ്ങിയില്ല, അപ്പോഴത്തേക്ക് തന്നെ കഥപ്പ് തുടങ്ങി. അമ്മേ കിതപ്പല്ല് ഇടിച്ചത് മാറ്റണോ? കാൽഭാഗം കയറുമ്പോൾ തന്നെ ഇവൻ തളർന്നു. അതുകൊണ്ട് നമ്മളിവിടെ റെസ്റ്റ് ചെയ്യുകയാണ്. ഇതിന് തീരെ സ്റ്റാമിനയില്ല. നല്ല കോടയാണ്.
നമ്മളിപ്പം ഇത്ര വരെയാണ് കയറി വന്നത്. കാണുന്നുണ്ടോ? അല്ലാതെ അവിടെയാണ് നമ്മുടെ ബൈക്കുള്ളത്. ആ താഴെ കാണുന്നത്. തളർന്നു, വയ്യ. ഇവരാണ് കൂടുതൽ തളർന്നത്. പിന്നെ ഓക്കെ, നമ്മൾ മുകളിലെത്തി. ചുറ്റും കോഴയുകൊണ്ട് വലിയ കാഴ്ചയൊന്നും കാണാൻ പറ്റുന്നില്ല. മുകളിൽ വന്ന ക്ഷീണത്തിൽ ഇപ്പം ഇരുന്നിട്ടുള്ളത്. ആക്ച്വലി അത്ര വലിയ സംഭവമൊന്നുമല്ല അല്ലേ. ഐ മീൻ കയറ്റം ഇപ്പം നമ്മൾ എനിക്ക് കയറ്റം ഒരു അരമണിക്കൂർ കൊണ്ട് സിമ്പിളായിട്ട് കയറാനുള്ളതേ ഉള്ളൂ. നിഖിലിനെ ഇതിനെപ്പറ്റി എന്തോ പറയാറുണ്ട്. എന്നാലും പറ. പെട്ടെന്ന് കയറാൻ പറ്റുന്ന മതി 15 മിനിറ്റ് കൊണ്ട് പകുതി കയറാം. ബാക്കി ഒരു അരമണിക്കൂർ എന്തായാലും എടുക്കും. കൊള്ളാം. ഒന്ന് കൂക്കിയേ. അത് ശരിയില്ല, അനക്ക് കൂക്കാനൊന്നും അറിയില്ല. എക്കോ ഒന്നും വരുന്നില്ലല്ലോ. അതിന് ഞായറാഴ്ച അല്ലേ ഇന്ന്. ഇതാണ് അപ്പോൾ കക്കബെ എന്നായിരുന്നു സ്ഥലത്തിൻ്റെ പേര്. കക്കബെ ബെട്ട അഥവാ കക്കബെ ഹിൽ വ്യൂ പോയിൻറ്റ്. ആക്ച്വലി ഇറ്റ്സ് ഗുഡ്, നല്ല രസമുണ്ട്. കോടയ്ക്ക് ഇറങ്ങിയിട്ട് ഇപ്പം കോടയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. താഴേക്കുള്ള നമ്മുടെ വ്യൂ ഒക്കെ കാണുന്നുണ്ട്. കൊള്ളാം. നല്ല കാറ്റുണ്ട്. ആക്ച്വലി ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിലും ചെവിട്ടിലോട്ടേക്ക് അടിച്ചു കയറുന്ന രീതിയിൽ കാറ്റുണ്ട്. അതുകൊണ്ട് പറയുന്നത് ചിലപ്പം വിൻഡ് നോയ്സൊക്കെ ആയിരിക്കും. വേണേൽ ഇനിയും അങ്ങോട്ടേക്ക് നടക്കാം. പക്ഷേ നമ്മൾ സമയം ഇപ്പോൾ എത്രയാണ്, 12:50. നമുക്ക് തിരിച്ചു പോകേണ്ട ടൈമായി. ഈ ഒരു ട്രെക്കിംഗ് ആക്ച്വലി പ്ലാനിലില്ലായിരുന്നു, എന്നാലും ചെയ്തത് നന്നായി, നല്ല രസമുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് അവർ പറഞ്ഞ പോലെ അറ്റാക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നിലവിലിപ്പോൾ നമ്മളൊന്നും കണ്ടില്ല. എൻ്റെ മോനെ ഇതെന്താ സാധനം? ഓ ഓക്കെ, അപ്പോൾ അറ്റാക്ക് ഉണ്ട്, സൂക്ഷിച്ച് വരിക. ബൈ. സ്ലോ മോഷനിൽ നടക്കാനല്ലേ. വീഡിയോ തന്നെ എടുക്കുക. ഇതെന്നാ നമ്മൾ വന്ന വഴി കൊടുത്തു. ഓ, ഇതിങ്ങനെ കീയാണല്ലേ. ദാറ്റ്സ് വെരി സ്റ്റീപ്പ് ഫ്രണ്ട്സ്. ഗ്രിപ്പ് ആക്ച്വലി കുറവാണ്. കയ്യിലെന്തെങ്കിലും വടിയൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വരുന്നതായിരിക്കും നല്ലത്. കണ്ടോ, നന്ന സ്റ്റീപ്പാണ്. വീഡിയോയിൽ എത്ര മനസ്സിലാവുന്നില്ലെന്ന് അറിയില്ല, ബട്ട് ഇറ്റ്സ് റിയലി സ്റ്റീപ്പ്. നമ്മളിപ്പം കയറിയതിനേക്കാളും വലിയ പീക്കാണെന്ന് തോന്നുന്നു ഇത്. അതിൻ്റെ മുകളിലാണ് ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. ഇങ്ങോട്ട് അവിടെ ആൾക്കാരുണ്ട്. ഓ, അതൊന്നും കയറാനുള്ള കപ്പാസിറ്റി ഇല്ല. കോടയൊക്കെ ഇപ്പോൾ ഒരുവിധം പോയിട്ടുണ്ട്. ഇപ്പം മൊത്തം ക്ലിയറായി. സോ നല്ല വ്യൂ ഉണ്ട്. നമ്മളിപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ നല്ല സ്റ്റീപ്പാണ്, സൂക്ഷിച്ചിറങ്ങണം. ഇവൻ വീഴുന്നത് കാണിച്ചു തരാം. ഒന്ന് വീണേ. നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്താറായി. ബട്ട് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഈസ് അതിൻ്റെ മുകളിൽ ആൾക്കാർ കയറിയിട്ടുണ്ട്. ഭയങ്കര കുത്തനുള്ള കയറ്റായിട്ടാണ് തോന്നുന്നത്. അതെങ്ങനെ കയറിയെന്നാണ്. ഇനി ഇതിപ്പോൾ ഇറങ്ങണ്ട ഇവരൊക്കെ. ടഫ്.
Yeah, but the trekking is a bit tough. 30 minutes take. It will take 30 minutes 30 minutes. to reach to top. It's 700 meters now from here. I don't know about the distance, but it's a bit steep. 30 minutes. Ah, Bike will go till the no, the bike just go till there. No. നമ്മളിപ്പോൾ ഈ കൂർഗ് ഗേറ്റ് റെസ്റ്റോറൻ്റ് ഒക്കെ ഉള്ള ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നേരെ മാക്കൂട്ട ചുരം ഇറങ്ങിയിട്ട് നേരെ പോക്കായിരിക്കും. വേറെ നിർത്തുന്നുണ്ട്. സോ ദിസ് വ്ലോഗ് എൻഡ്സ് ഹിയർ ആൻഡ് വി വിൽ ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.